ഹായ് ഹോൾ. അപ്പോൾ ഇന്നത്തേത് ഒരു മോർണിംഗ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. കാരണം അധികം ഷോർട്സ് വീഡിയോസാണ് ഇടല്. അപ്പോൾ ഇന്ന് നമുക്കൊരു ഫുൾ വീഡിയോ ആയിട്ട് വരാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ മക്കൾ പോണ വരെയുള്ള വീഡിയോസാണ് കേട്ടോ. അപ്പോൾ അത് എന്നത്തെയും പോലെ തലേ ദിവസത്തെ പാത്രങ്ങളൊക്കെ അടുക്കി വയ്ക്കുകയാണ് പണി. പിന്നെ ഞാൻ ചോറും അതേപോലെ ചെറുപയർ കൂട്ടാനും രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കറിക്ക് വേണ്ടി ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ചെറുപയറാകുമ്പോൾ മക്കൾ നന്നായി കഴിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് അതിനോട് താല്പര്യമില്ല. അപ്പോൾ എനിക്ക് ഉണക്കമീൻ വറുത്തതും ലേശം മുരിങ്ങ താളിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതാകുമ്പോൾ ഞാൻ കുറച്ച് ചോറ് അധികം കഴിക്കും. അപ്പോൾ നമ്മളിത് കഴുകി വെച്ച പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ചോറ് വാർക്കുകയാണ് കേട്ടോ. രാവിലെ തന്നെ ചോറ് എല്ലാവർക്കും പാടെ ഉണ്ടാക്കി വയ്ക്കും. കുട്ടികൾക്കുള്ളത് കൊടുത്തയക്കും ചെയ്യും. പിന്നെ നമുക്കുള്ളതാ ഒറ്റ സമയത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് സേവിങ് ആണ്. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുത്ത് കഴിക്കുകയും ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ തന്നെ മൊത്തമായിട്ട് ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു പ്ലാനിങ്ങിലാണ് മുന്നോട്ട് പോവുക. പക്ഷേ എനിക്ക് ആ പ്ലാനിങ്ങേ ഇല്ല കേട്ടോ. ചില ദിവസങ്ങളിൽ രാവിലെ ഞാൻ നേരം വൈകിട്ടാണ് എണീക്കുക. അപ്പോൾ എന്താവും എന്നറിയോ, എല്ലാം തല തിരിഞ്ഞായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമാണ്. കാരണം സാധാരണ 5:30-6 മണിക്ക് എണീക്കും. ഇന്ന് എന്തോ ഉറക്കത്തിൽപ്പെട്ടു 7:30 ആയിട്ടോ. അപ്പോൾ വേഗം ഉണ്ടാക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് മിസ്റ്റേക്സൊക്കെ ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറുപയർ ആദ്യം വേവിച്ചിട്ടുണ്ട്. വെറുതെ തക്കാളിയും പച്ചമുളകും ഇട്ട് ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കടുക്, ജീരകം, കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇട്ടിട്ട് നമുക്ക് നന്നായി വഴറ്റി ഇത് നമ്മൾ ആ ചെറുപയറിലേക്ക് തന്നെ കൊട്ടിയിട്ട് ഒന്ന് നമ്മുടെ പരിപ്പ് കടയണ സാധനം വെച്ച് കടഞ്ഞ് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വിസിലിട്ടിട്ടുണ്ടെങ്കിൽ കറി സൂപ്പറാണ് കേട്ടോ. പിന്നെ ഇത് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കണം നല്ലതാണ്. കാരണം അവിടെയും ചെറുപയർ തന്നെയാണ്. പക്ഷേ അവിടുത്തെ ഭക്ഷണമൊന്നും അവർ കഴിക്കലില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ് കൊടുത്തയക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മൾ എല്ലാം അതിലിട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ. ഇനി നമുക്കത് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായി കടഞ്ഞതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു വിസിൽ മതി, ഒരുപാട് വിസിലൊന്നും ആവശ്യമില്ല. കാരണം ഓൾറെഡി അത് വെന്തതാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ എനിക്കെന്തോ ഇതിൽ ജീരകം ഇടുന്നതുകൊണ്ട് എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അതിനോട് താല്പര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് രാവിലെ തന്നെ ചെറുപയറിൻ്റെ മണം കേൾക്കുമ്പോഴത്തേനും എനിക്ക് വോമിറ്റിങ് വരും കേട്ടോ. അതുകൊണ്ടാണ് എന്തോ ഒരു വിസിലിട്ടിട്ട് ഇറക്കിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പരിപാടി ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. കടുകോ കരിവേപ്പില എന്തെങ്കിലുമൊക്കെ നമ്മൾ താളിച്ച എണ്ണയൊക്കെ ഒന്ന് നാല് പുറം തെറിക്കുമ്പോൾ അപ്പം തന്നെ അത് കയ്യോടെ തുടയ്ക്കണം കേട്ടോ. അത് ചൂടുണ്ടെങ്കിലും കുഴപ്പമില്ല, കൈ പൊള്ളിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കും. നിങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യുക. എനിക്കത് വൃത്തിയിൽ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഗ്യാസ് സ്റ്റവ് സ്ട്രൈറ്റ് ആയിട്ടുള്ള കേട്ടോ. നമ്മൾ ചില 3 ബേർണേഴ്സൊക്കെ ഇങ്ങനെ ഒരു വി ഷേപ്പാണെന്നും ഇതങ്ങനെയല്ല കേട്ടോ. ഇതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. ഇതാ മക്കളൊക്കെ കഴിക്കാതിരുന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇന്ന് മുരിങ്ങ താളിച്ചതാണെന്ന്. അപ്പോൾ താളിപ്പിന് വേണ്ടി നമ്മൾ ചോറ് വെച്ച കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അത് കുറച്ച് ഞാൻ എടുത്ത് വയ്ക്കും. കാരണം കഞ്ഞിവെള്ളം ഇട്ട് താളിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ മക്കൾ കഴിച്ച് കഴിഞ്ഞ് റെഡിയായി വരുമ്പോഴേക്കും നമ്മുടെ വണ്ടി ഒന്ന് എടുത്ത് പുറത്ത് വെക്കണം കേട്ടോ. കാരണം ഇല്ലെങ്കിൽ എന്താ പറയുക, ആ സമയത്ത് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാനും എടുത്ത് പുറത്തേക്ക് വെക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ കുട്ടികൾ ഡ്രസ്സ് മാറ്റണ സമയത്ത് തന്നെ വേഗം പോയി ഗേറ്റൊക്കെ തുറന്ന് വണ്ടി പുറത്ത് വെക്കും. ഈ TVS Excel ഉണ്ടല്ലോ, ഇതിനൊരു പ്രശ്നമുണ്ട് കേട്ടോ. എന്താണെന്നറിയോ, ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്. അതായത് നമുക്ക് ഓടിക്കാനൊക്കെ സ്മൂത്താണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ രാത്രി വണ്ടി നിർത്തി വെച്ചിട്ട് രാവിലെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു 10-15 പ്രാവശ്യം അതിൻ്റെ കിക്കർ അടിക്കേണ്ടി വരും. ഓൾറെഡി ഒരുപാട് ആൾക്കാർ ഇത് കംപ്ലൈൻറ്റ് തന്നെയാണ് പറയുന്നത്. കിക്കർ അടിക്കാൻ എപ്പം നിൽക്കലും കിക്കർ അടിക്കണം, വേഗം സ്റ്റാർട്ട് ആവുകയല്ല കേട്ടോ. ഞാൻ അടിക്കണതിൻ്റെ മിസ്റ്റേക്കാണെന്ന് അറിയില്ല. വീട്ടിലുള്ളവരൊക്കെ അടിക്കുമ്പോൾ വേഗം സ്റ്റാർട്ടാവും. എന്നോട് അതിന് താല്പര്യമല്ല തോന്നുന്നു. ഞാൻ അടിക്കുമ്പോൾ അത് സ്റ്റാർട്ടാവാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. മോൻ നന്നായി അത് അടിക്കലുണ്ട് കിക്കർ. പക്ഷേ എനിക്ക് അതിനോട് എന്തോ വരുന്നില്ല, അതാ സംഭവം. എനിക്ക് സ്കൂട്ടി ഓടിക്കാൻ ഇത്തിരി പേടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി ഓടിക്കുന്നത് കേട്ടോ. അപ്പം നമുക്കിത് പുറത്തൊന്ന് നിർത്തിയിട്ട് മക്കളെ കൊണ്ടാക്കിയിട്ട് വരാം. അപ്പം മക്കളൊക്കെ റെഡി ആയിട്ടാണ്. ആളോട് ആഞ്ഞ് നടക്കാൻ പറഞ്ഞ കോലാണത് കേട്ടോ. അത് കഴിഞ്ഞ് കൊണ്ടുപോയി വിട്ടിട്ട് വന്നു. അതിന് ശേഷമാണ് ഞാൻ ഉള്ളിലത്തെ ക്ലീനിങ് പരിപാടിക്ക് നിൽക്കുക കേട്ടോ. രാവിലെ ഫുൾ കിച്ചൻ്റെ പരിപാടികളാണ്. അപ്പോൾ ഇത് പോയി വന്നതിന് ശേഷം ഞാൻ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വേറെ ബെഡ്ഷീറ്റ് ഇടുന്നത് കേട്ടോ. കാരണം ആ സമയത്ത് എല്ലാം പാടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്ന് ഞാൻ ഇത്തിരി ലേറ്റായിട്ടും കൂടിയാണ് എണീറ്റ്, അതുകൊണ്ടാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഈ ബെഡ്ഷീറ്റ് വിരിക്കാൻ പല ട്രിക്കും ഉപയോഗിക്കലുണ്ട്. ഞാനങ്ങനെ ട്രിക്കൊന്നും ഉപയോഗിക്കലില്ല കേട്ടോ. ഞാൻ എന്താ ചെയ്യാൻ, അധികം ഒരു ചീർപ്പ് വെച്ചിട്ട് കുത്തി അതിനങ്ങോട്ട് വൃത്തിയാക്കി വെക്കലാണ് ചെയ്യുക. പക്ഷെ ഇന്ന് അതിലും നിന്നില്ല കേട്ടോ. ഒന്ന് വേഗം ഞാൻ വിരിച്ചിട്ട് വന്നു. കാരണം ഒരുപാട് നേരം നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പണികളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ലഞ്ചിന് ഞാൻ ചോറ് മാത്രമേ ആക്കിയിട്ടുള്ളൂ. പിന്നെ ചെറുപയർ മക്കൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കത് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇനി ചെയ്യണമല്ലോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മൊത്തമായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. കാരണം
ഇതൊക്കെ അപ്പം തന്നെ ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ അതിങ്ങനെ കുട്ടികൾ കഴിച്ചതല്ലേ, ചോറും അതൊക്കെ ആടി ഇവിടെ ഉണങ്ങിയിരിക്കും. പിന്നെ നമ്മളത് ശ്രദ്ധിക്കാണ്ടാവുമ്പോൾ നമ്മൾ പിന്നെ അത് വാഷ് പോലും പോകുന്നില്ല, ഓരോ സമയത്ത് ഉണങ്ങി പിടിച്ചിരിക്കും. വെയിലിൻ്റെ കടുപ്പം കൊണ്ടാണെന്ന് എന്താ അറിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ വേഗം ഒക്കെ ക്ലീൻ ചെയ്യും. കാരണം മക്കൾ ബിസ്ക്കറ്റും ചോറ് കഴിക്കുമ്പോൾ 4 പുറം വെതറി കഴിക്കുക. എത്ര പറഞ്ഞു കൊടുത്താലും അത് നേരം പോലെ ചെയ്യുന്നേ ഇല്ല. എന്നിട്ട് വേഗം അടിച്ചു വരി, കാണുമ്പോൾ ഒരു തുള്ളി ചപ്പുണ്ടാവില്ല കേട്ടോ. നമ്മൾ വിചാരിക്കും വെറുതെ അടിച്ചു വരികയാണ്, പക്ഷെ അടിച്ചു വരി ഒരു മുക്കിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അറിയാം എത്രങ്ങാനും ചപ്പുണ്ടെന്ന് കേട്ടോ. ഈ ടീപ്പോയി രാത്രി ആ ഭാഗത്ത് വെക്കുന്നത്, അതിന് മേലെ ഗ്ലാസ് ഉണ്ട്, ഇവറ്റകൾ പൊട്ടിക്കും ഉറപ്പാണ്. അത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത് വാങ്ങാൻ നിൽക്കണം. അതുകൊണ്ടാണ് അത് ഒരു മുക്കിൽ വെച്ചിട്ട് കുട്ടികൾ എപ്പോൾ സ്കൂളിൽ പോയി കഴിഞ്ഞോ അതിന് ശേഷം മാത്രമാണ് ഞാനത് സോഫൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. കാരണം നമ്മളാകുമ്പോൾ അത് കെയർ ചെയ്യും. അവരോട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അവരത് ചെയ്യില്ല. പിന്നെ അടിച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മൾ. ഞാൻ പറഞ്ഞില്ലേ എത്രങ്ങാനും അഴുക്കാണ്. അപ്പോൾ അതാ രാവിലത്തെ പരിപാടിയാണ് കേട്ടോ, അതായത് ഉള്ളിലത്തെ പരിപാടി മാത്രമായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഓൾ.